അക്ഷര കോളേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ജൂൾസ് ലോ വരെ പറഞ്ഞ് നിർത്തി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ജൂൾസ് ലോയുടെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജൂൾസ് ലോ ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന 1 മാർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്കിന് ചോദിക്കുന്ന സിമ്പിൾ പ്രോബ്ലംസ് എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ അതിനെ. അതായത് വേറൊന്നുമല്ല, നമ്മൾ പഠിച്ചു H=I²RT. അങ്ങനെയെങ്കിൽ എക്സാമിന് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ H=I²RTയുടെ ഐയുടെ വില നേരെ പകുതിയായി, ഐയുടെ വില നേരെ പകുതിയായി. അങ്ങനെയെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്ത ഹീറ്റിന് എന്ത് ചേഞ്ചാണ് സംഭവിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിക്കാം. അടുത്ത അതേപോലെ ആറിൻ്റെ വില ഇരട്ടിയായി, ആറിൻ്റെ വില പകുതിയായി. അതേപോലെ ടൈമിൻ്റെ വില ഇരട്ടിയായി, ടൈമിൻ്റെ വില പകുതിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ ഹീറ്റ് ജനറേഷനിൽ എന്ത് ചേഞ്ചാണ് വന്നത് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ ആ ഐയും പകുതിയായി ഇരട്ടിയായി എന്നൊക്കെ പറയുന്നുള്ളൂ, പക്ഷേ എന്താ അവിടെ വാല്യൂസ് വന്നിട്ടില്ല നമുക്ക് അവിടെ. അത് ഐയുടെ വില ഇത്രയാണ്, ആറിൻ്റെ വില ഇത്രയാണ്, ടിയുടെ വില ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഹീറ്റിൽ ചേഞ്ച് വന്നത് നമ്മൾ പലരും ആലോചിക്കാറുണ്ട്. അതൊന്നുമില്ല, നമുക്കത് നോക്കാം. ആദ്യം നമുക്കിതിനകത്ത് 6 കണ്ടീഷൻസിലാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഐയുടെ വില ഇരട്ടിയാകും, ഐയുടെ വില ഇരട്ടിയാകും, ഐയുടെ വില പകുതിയാകും. ഐയുടെ വില ഇരട്ടിയാകുന്ന 1, ഐയുടെ വില പകുതിയാകുന്ന 2. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വില, റെസിസ്റ്റൻസ് ഇരട്ടിയാവും, റെസിസ്റ്റൻസ് പകുതിയാവും. അടുത്ത് ഇത് മൂന്നാമത്തെയും നാലാമത്തെയും കണ്ടീഷൻ. അടുത്ത് ടൈമിൻ്റെ വില ഇരട്ടിയാവും, ടൈമിൻ്റെ വില പകുതിയാവും. ഇതാണ് നമ്മുടെ 6 കണ്ടീഷൻസ്. 6 കണ്ടീഷൻസ് ഒന്നും കൂടെ നോക്കിയാൽ മതി. കറണ്ട് ഇരട്ടിയാകുന്നു, പകുതിയാകുന്നു, റെസിസ്റ്റൻസ് ഇരട്ടിയാകുന്നു, പകുതിയാകുന്നു, ടൈം ഇരട്ടിയാകുന്നു, പകുതിയാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കറണ്ട് ഇരട്ടിയായപ്പോൾ, അവിടെ കറണ്ട് ഡബിൾ ആയപ്പോൾ അവിടെ ഉണ്ടായ ഹീറ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. ആദ്യം കറണ്ട് മാത്രം ഡബിളായി, റെസിസ്റ്റൻസ് സെയിം തന്നെയാണ്, ടൈമും സെയിം തന്നെയാണ്. ടൈമും റെസിസ്റ്റൻസിന് മാറ്റം വന്നില്ല. സർക്യൂട്ടിൽ കറണ്ടിന് മാത്രം ഡബിളായി, കറണ്ട് മാത്രം ഡബിളായി. അപ്പോൾ നമ്മൾ ഹീറ്റ് ജനറേഷൻ ഇക്വേഷൻ എന്താണ്? H=I²RT അല്ലേ? H=I²RT. അപ്പോൾ ഐയുടെ വില എന്തായി? 2I ആയി, നേരെ ഡബിളായി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2I²RT. ഓക്കെ, 2I²RT. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നോക്കുമ്പോൾ ഇത് ഐയുടെ വില ഇരട്ടിയായതാണ്. അപ്പോൾ ഈ സ്ക്വയർ ആർക്കൊക്കെയാണ്? 2വിനും ബാധകമാണ്, ഐക്കും ബാധകമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2ൻ്റെ സ്ക്വയർ 4I²RT എന്ന് കിട്ടും അല്ലേ? അവിടെ ഉണ്ടായ ഹീറ്റ് ജനറേഷൻ 4I²RT. അപ്പോൾ നമ്മൾ ഹീറ്റ് ജനറേഷൻ ആയ I²RT നമുക്ക് അവിടെ ഉണ്ട്. എക്സ്ട്രാ എന്താണ് വന്നത്? *4 ആണ് വന്നില്ലേ? അപ്പോൾ എത്ര ടൈംസ് കൂടി? 4 ടൈംസ് ഉണ്ടായ ഹീറ്റ് ജനറേഷൻ കൂടി. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഹീറ്റ് 4H ആയിരിക്കും അല്ലേ? ഒരു H ഉണ്ടാവേണ്ടടുത്ത് എന്തായി ഇവിടെ നമുക്ക് 4H ആണ് ഉണ്ടായത്. ഇത് ഐയുടെ ഒരു കണ്ടീഷനായി ഇരട്ടിയാകുമ്പോൾ. അപ്പോൾ അതുപോലെ ഐ പകുതിയാവുന്ന കണ്ടീഷനും കൂടെ പറയാം. ഐ നേരെ പകുതിയാവുകയാണ്, ഐയുടെ വില നേരെ ഹാഫായി, I/2 ആയി. ആറിൻ്റെ വിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ടൈമിൻ്റെ വിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ജനറേഷൻ നോക്കാം എങ്ങനെയാണെന്ന്. ഇക്വേഷൻ പഴയ തന്നെയാണ്. നമ്മൾ ഏതാണ്? H=I²RT. ഇവിടെ ഐയുടെ വിലയ്ക്ക് വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. നമ്മളിവിടെ ഐ ആണ് ഇവിടെ നേരെ എന്താവുന്നത്? പകുതിയാവുന്നത്. അപ്പോൾ ഐയുടെ വില പകുതിയാകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ജനറേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ H=I²RT. ഇവിടെ ഐയുടെ വില എന്താവുകയാണ്? നേര് പകുതിയാവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. I/2 ഐയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഐയുടെ വില ഇനി എന്തുണ്ട്? ആറിന് മാറ്റം വന്നില്ല, ടൈമിന് മാറ്റം വന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്താണ് ഈ പറഞ്ഞ സ്ക്വയർ ആർക്കൊക്കെ ബാധകമാണ്? ഐക്കും ബാധകമാണ്, 2വിനും ബാധകമാണ് അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം എങ്ങനെയാണെന്ന്. I²/2ൻ്റെ സ്ക്വയർ എന്താണ്? 4×RT കിട്ടി. എന്താണ്? I²RT / 4 എന്നാണ് നമുക്ക് എന്തായത് ഇവിടെ കിട്ടിയത്. അപ്പോൾ വീണ്ടും പഴയതുപോലെ I²RT അവിടെ തന്നെ ഉണ്ട്, /4 അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ചേഞ്ച് ഇൻ ഹീറ്റ് ഉണ്ടായ? ഹീറ്റിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എന്താണ്? 1/4H ആണെന്ന് കിട്ടിയല്ലേ? കാര്യം ഉണ്ടായ ഹീറ്റിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ കാൽഭാഗം, പകുതിയിലും താഴോട്ട് നേരെ കാൽഭാഗത്തിലോട്ട് എത്തി. അതാണ് ഇവിടെ എന്താണ്? ഐയുടെ വില നേരെ പകുതിയായപ്പോൾ. ഐയുടെ വില ഇരട്ടിയായപ്പോൾ 4 ഇരട്ടി കൂടി,
ഐയുടെ വില പകുതിയായപ്പോൾ 4 ഇരട്ടി കുറഞ്ഞു, അതായത് 1/4 എത്തി. അതാണ് ഇവിടെ നമ്മൾ ഐയുടെ 2 കണ്ടീഷൻസും കാണിച്ചത്. ഇനി ഇതുപോലെ നമുക്ക് ആറിൻ്റെതും ടീയുടേതും നോക്കാം. അപ്പോൾ നമ്മൾ ഐയുടെ കാര്യം പറഞ്ഞു, ഇനി അടുത്ത് റെസിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം റെസിസ്റ്റൻസ് 2R ആകാൻ പോവുകയാണ്, അതായത് വാല്യൂവിൻ്റെ നേരെ ഡബിൾ ആകാൻ പോവുകയാണ് ആദ്യം റെസിസ്റ്റൻസ്. അപ്പോൾ ടൈമിന് മാറ്റമൊന്നും വരുന്നില്ല, ഐക്കും മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഹീറ്റ് ജനറേഷൻ ഇക്വേഷൻ ഏതാണ്? H=I² RT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ H= ഐയുടെ വിലയ്ക്ക് മാറ്റമൊന്നുമില്ല, I² തന്നെയാണ്. ആറിൻ്റെ വില എന്തായി? 2R ആയല്ലേ, 2 × R ആയി. ടൈമിന് മാറ്റമുണ്ടോ? ടൈമിന് മാറ്റം ഇല്ല, അത് T. അപ്പോൾ ഇക്വേഷൻ ഹീറ്റ് ജനറേഷൻ I² 2RT. അപ്പോൾ ഇവിടെ എന്താണ് മാറ്റം വന്നത്? 2 എക്സ്ട്രാ വന്നല്ലേ, 2I² RT. ഇങ്ങനെയാണ് കിട്ടിയത്, 2I² RT. അപ്പോൾ ഇവിടെ 2I² RT ആണ് വന്നത് അല്ലേ. അപ്പോൾ അതായത് I² RT ഇവിടെ ഉണ്ട്. എന്താണ് മാറ്റം വന്നത്? ഒരു 2 അല്ലേ, × 2 വന്നേക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വന്നത്? ചേഞ്ച് ഇൻ ഹീറ്റ് 2H ആയല്ലേ, നേരെ ഹീറ്റ് ജനറേഷൻ എന്തായി? നേരെ ഡബിളായി, 2H ആയിട്ട് മാറി. അത് അപ്പം 6 ഡബിൾ ആകുന്ന കേസിലാണ്. 6 ഡബിൾ ആയപ്പോൾ സംഭവിച്ചു, ഇവിടെ ഹീറ്റ് നേരെ ഡബിളായി ജനറേഷൻ. അടുത്ത് 6 പകുതിയാകുന്ന കേസും കൂടെ പറയാം. R/2, ആറിൻ്റെ വില നേരെ ഹാഫ് ആവുകയാണ്. ആറിൻ്റെ വില ഹാഫ് ആവുകയാണ്. ആറിൻ്റെ വില ഹാഫ് ആകുമ്പോൾ ഐക്ക് മാറ്റമൊന്നുമില്ല, ടീക്കും മാറ്റമൊന്നും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ H=I², ആറിന് പോലെ എന്ത് വരും? R/2 × T എന്ന് വരും. I² R/2 × T. അപ്പോൾ നമുക്കറിയാം ഈ ഉള്ള ഇക്വേഷനിൽ I² RT ഇവിടെ തന്നെ ഉണ്ട്, /2 മാത്രമേ ഇവിടെ വന്നോളൂ. അപ്പോൾ എന്തായി ഇവിടെ നമ്മൾ ഇക്വേഷനിൽ? ഹീറ്റ് ജനറേഷൻ നേരെ ഹാഫായി 1/2H ആയിട്ട് മാറിയല്ലേ, ഹീറ്റ് ജനറേഷൻ 1/2H ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഐയുടെ കാര്യം നോക്കി, ആറിൻ്റെ കാര്യം നോക്കി, അത് ടീയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് മൊത്തത്തിലേ പറഞ്ഞു തരാം. ടീയുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ടി ഇതുപോലെ തന്നെയാണ്. ടി ആദ്യം നമ്മൾ ടി ഡബിൾ ആവുകയാണ്. ടി ഡബിൾ ആകുമ്പോൾ ആറിന് മാറ്റമില്ല, ഐക്കും മാറ്റം ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ജനറേഷൻ എങ്ങനെ ഇക്വേഷനിൽ പഴയതുപോലെ തന്നെ H= ഐക്ക് മാറ്റമില്ല, I², ആറിന് മാറ്റമില്ല, ടി എന്തായി? 2T ആയി, T 2T ആയി. അപ്പോൾ വീണ്ടും ഇവിടെ എന്താണ് വന്നത്? I² അതുപോലെയുണ്ട്, R ഉണ്ട്, T ഉണ്ട്, എക്സ്ട്രാ × 2 ആണ് വന്നല്ലേ, × 2. H=I² RT × 2. അപ്പോൾ ഉണ്ടായ ഹീറ്റ് ജനറേഷൻ വീണ്ടും ഇവിടെ ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായ ഹീറ്റ് ജനറേഷൻ? 2H ആയിട്ട് മാറി. ഉണ്ടായ ഹീറ്റ് നേരെ ഡബിളായി, 2H ആയിട്ട് മാറി. അതുപോലെ ഇനി ഒരു കണ്ടീഷനും കൂടെ ഉള്ളൂ, ടൈം നേരെ പകുതിയാവുന്ന കണ്ടീഷൻ. ടൈം പകുതിയാവുമ്പോൾ റെസിസ്റ്റൻസിന് മാറ്റമില്ല, ഐക്കും മാറ്റമില്ല, കറണ്ടിന് മാറ്റമില്ല. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? H=I² RT/2. വീണ്ടും I² RT അവിടെ തന്നെ ഉണ്ട്, /2 ആണ് വന്നത്. അപ്പോൾ എന്തായി? നേരെ പകുതിയായല്ലേ, എങ്ങോട്ട് മാറി? 1/2H ആയിട്ട് മാറി. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ 6 കണ്ടീഷൻസിൻ്റെ നമ്മളിവിടെ നോക്കി. അപ്പോൾ 6 കണ്ടീഷൻ നോക്കിയപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ഡബിൾ ആവുന്ന കണ്ടീഷൻ നോക്കി. കറണ്ട് ഡബിൾ ആയപ്പോൾ മാത്രം ഐ എങ്ങനെയായി? 4 ടൈംസ് കൂടിയല്ലേ. കറണ്ട് മാത്രം ഡബിൾ ആയപ്പോൾ അത് ഹീറ്റ് ജനറേഷൻ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുകയും, അതുപോലെ കറണ്ട് നേരെ പകുതിയായപ്പോൾ ഹീറ്റ് ജനറേഷൻ നേരെ എന്തായി? പകുതിയുടെയും പകുതി അല്ലേ, 1/4 ആവുകയും ചെയ്തു. ആ കണ്ടീഷനിൽ മാത്രം ഓർക്കുക, ഐക്ക് വേരിയേഷൻ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ആ കൊടുക്കുന്ന I² വാല്യൂ ആ ഐക്കും കൊടുക്കുക, കൂടെയുള്ള ന്യൂമറിക് നമ്പറിനും കൊടുക്കാതിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ അവിടെ 4H 1/4H എന്ന് വന്നു. ഇവിടെ നമ്മൾ അടുത്ത റെസിസ്റ്റൻസിന് കൊടുത്തപ്പോൾ എന്താണ്? ഡബിൾ കൊടുത്തപ്പോൾ നേരെ ഡബിളായി, ഹാഫ് ആക്കിയപ്പോൾ നേരെ ഹാഫായി, ടൈമിനും ഡബിൾ ആക്കിയപ്പോൾ നേരെ ഡബിളായി, ടൈമിന് ഹാഫ് ആക്കിയപ്പോൾ നേരെ ഹാഫായി. അതെന്താണ്? നമുക്കവിടെ സ്ക്വയർ വരാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ഹീറ്റ് ജനറേഷൻ നടക്കുന്നിടത്ത് ഐയുടെ വില നേരെ പകുതിയായി എങ്കിൽ അവിടെ ഉണ്ടായ ടോട്ടൽ ഹീറ്റിൻ്റെ ചേഞ്ച് എത്രയായിരിക്കും? നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നേരെ പകുതിയായെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/4H എന്ന് നമ്മൾ ആൻസർ എഴുതണം. അതിനി ഐയുടെ ആറിൻ്റെ വിലയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹീറ്റിന് എന്ത് മാറ്റമാണ് വന്നത്? ഡബിളായോ ഹാഫായോ എന്ത് മാറ്റമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാം ഹാഫും ഡബിളും വെച്ച് കൊടുത്തോളൂ. ചിലപ്പോൾ ഇത് 1/4 ടൈംസ് റെസിസ്റ്റൻസ് ആവാം, ഇത് R/4 ആവാം, ചിലപ്പോൾ 2T എന്നുള്ളത് 4T ആവാം. എന്ത് വന്നാലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനുള്ള ആൻസർ ഇത് മാത്രം മതി. എത്രയായി? ഡബിളായോ ഹാഫായോ എന്തായി എന്നുള്ള ആൻസർ മാത്രം മതി ആ ഒരു മാർക്കിന്.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഐയുടെയും ആറിൻ്റെയും ടിയുടെയും ഇൻഫ്ലുവൻസ് കുറച്ച് നോക്കി. അപ്പോൾ മെയിനായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റ് ജനറേഷൻ അല്ലേ, ഹീറ്റ് ജനറേഷൻ്റെ ഇക്വേഷൻ H=I²RT. ഇതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഹീറ്റ് ജനറേഷൻ കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? അപ്പം ഇതുപോലെ തന്നെയാണ് ഐയും ആറും ടിയും അല്ലേ. എന്തൊക്കെയാണ്? 1 കറണ്ട്, 2 റെസിസ്റ്റൻസ്, 3 ടൈം. ഇത് മൂന്നും തന്നെയാണ് എന്തോന്ന് ആ ഹീറ്റ് ജനറേഷൻ്റെ ഫാക്ടേഴ്സ് എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എപ്പോഴും എന്താണ്? ഇത് മൂന്നും തന്നെയാണ് ഐയും ആറും ടിയും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റ് ജനറേഷൻ ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ എഴുതിയാൽ ഏതൊക്കെയാണ്? 3 1 കറണ്ട്, 2 റെസിസ്റ്റൻസ്, 3 ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം ഇനി അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള ബേസിക് ഫോർമുല നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഓംസ് ലോ ഉണ്ടല്ലേ, ഓംസ് ലോ എന്താണ് പഠിച്ചത് നമ്മൾ? വോൾട്ടേജ് ഈസ് ഡയലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് നമ്മൾ പഠിച്ചു വന്നു. ഈസ് ഡയലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞ് പഠിച്ച് വന്നു. അതിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് V=IR എന്ന് പഠിച്ചു. V=IR ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും R കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതിയില്ല. അപ്പോൾ എന്താണ്? ഇതിന് ഐ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ മാറും, I=V/R എന്നും. R കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് മാറും, V/I എന്നും മാറും. ഇത് നമ്മൾ പഠിച്ച ബേസിക് ഫോർമുല ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. V=IR എന്നും ഐക്ക് V/R എന്നും ആറിന് V/I എന്ന ഇക്വേഷനിലോട്ട് മാറുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് പവർ ജനറേഷൻ, പവറിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പവർ ജനറേഷൻ P= എന്താണ്? I²R. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, P=I²R. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക P=I²R എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യേണ്ടി വന്നാൽ ആ പ്രോബ്ലത്തിൽ ഐയുടെ വില തന്നിട്ടില്ല, പകരം അവിടെ തന്നിരിക്കുന്നത് വിയുടെ വില ആയിരിക്കും. വിയും ആറും തന്നിട്ട് വോൾട്ടും റെസിസ്റ്റൻസും തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഐ അറിഞ്ഞോടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഐയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും? V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഈ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? V/R ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R അല്ലേ. V/R² ഇൻറ്റു R. അപ്പോൾ എങ്ങോട്ട് മാറും അത്? B²/R² ഇൻറ്റു R, അതായത് B²/R² ഇൻറ്റു R എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യാം? ഒരാറും ക്യാൻസൽ. അപ്പോൾ എന്ത് വരും നമുക്ക്? B²/R എന്ന് കിട്ടും. B²/R. അപ്പോൾ പവർ ജനറേഷൻ്റെ വേറെ ഇക്വേഷനാണ് B²/R. ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കണം. പ്രോബ്ലം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, അതനുസരിച്ച് മാറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മെയിൻ സാധനമാണ് നമുക്ക് ഹീറ്റ് ജനറേഷൻ വെച്ച് ചോദിക്കുന്നത്. ഹീറ്റ് ജനറേഷനിലും ഐയുടെ വില തരാതെ, ഐയുടെ വാല്യൂ തരാതെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ പഠിച്ചു H=I²RT അല്ലേ. അപ്പോൾ ഐയുടെ വില ഇല്ല, പകരം എന്ത് ചെയ്യാം? നമുക്ക് ഐയുടെ വിലയ്ക്ക് പകരം നേരത്തെ പറഞ്ഞ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും ഇവിടെ നമുക്ക്? V/R ദ ഹോൾ സ്ക്വയർ R ഇൻറ്റു T അല്ലേ. അപ്പോൾ എങ്ങനെ മാറും? B²/R², സ്ക്വയർ വിക്കും കൊടുത്തു ആറിനും കൊടുത്തു, ഇൻറ്റു R ഇൻറ്റു T അല്ലേ. അപ്പോൾ താഴെ എന്താണ്? ഒരു 6 വന്നു, മുകളിൽ 6. നമ്മൾ ഇതിൻ്റെ ഒരു 6ഉം മറ്റൊരു6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. മിച്ചം എന്ത് വന്നു? B²/R ഇൻറ്റു T. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഹീറ്റ് ജനറേഷന് കറണ്ട് തരാതെ വരുമ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ B²/R ഇൻറ്റു T. അത് അല്ല, നമുക്ക് ഈ ഇക്വേഷനും എടുക്കാം. ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ ആദ്യം ഐ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടും. അത് എളുപ്പമുള്ളവർ അങ്ങനെ ചെയ്യുക. പക്ഷേ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, H=I²RT എന്നൊരു ഇക്വേഷൻ. അതുപോലെ തന്നെ ഹീറ്റ് ജനറേഷന് ഒരു ഇക്വേഷനാണ് B²/R ഇൻറ്റു T. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ മെയിൻ കുറച്ച് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഇന്നിവിടെ പ്രോബ്ലത്തിൻ്റെ നമ്മുടെ ഇക്വേഷൻസിൽ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ച ജൂൾസ് ലോ ബേസ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ അന്നേ പറഞ്ഞു, ഈ പാഠത്തിലെ മെയിൻ സാധനമാണ് എന്താണ്? ജൂൾസ് ലോ. ആ ജൂൾസ് ലോ പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് ജൂൾസ് ലോ തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജൂൾസ് ലോ പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്ങും അതുപോലെ തന്നെ ബേസിക് പ്രോബ്ലംസിന് വേണ്ട ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ഇവിടെ നോക്കി. ഇക്വേഷൻ കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എല്ലാവരും, എങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം
ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഐയും ആറും ടിയും, കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത് കുറച്ച് ഇക്വേഷൻ, നമുക്ക് ഹീറ്റ് ജനറേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇക്വേഷനും കാര്യങ്ങളും എല്ലാവരും നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.